5 നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ടോട്ടൽ 5-6 നാടകത്തിൽ അഭിനയിച്ചു. അത് കഴിഞ്ഞിട്ട് നാടകം നിർത്തുന്നു. നാടകം നിർത്തിയില്ല, ഇപ്പോഴും ഉണ്ട് നാടകം. പക്ഷെ എനിക്ക് ഖസാക്കിന്തിഹാസത്തിൽ ഇപ്പം കേരളപ്പിറവിൽ നവംബർ 3, 4, 5 നാടകം തിരുവനന്തപുരം കളിക്കുന്നുണ്ട്, ഗവൺമെന്റ് കളി. അതും കൂടെ ഞാൻ കളിക്കാം, ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കാൻ പറഞ്ഞു. കാരണം സിനിമയല്ലേ, നമുക്ക് ഒരിക്കലും ഡേറ്റിന്റെ പ്രശ്നം കൊണ്ട് നമ്മളെ ഡേറ്റിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യില്ലല്ലോ അല്ലേ. അപ്പം ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് വെക്കുക, എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് കളിക്കും, അല്ലെങ്കിൽ അവർ കളിക്കും. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം നമ്മളെ ജീവിതമാർഗം സിനിമയാണല്ലോ അല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമയിലേക്കുള്ള വരവ് അല്ലേ, സിനിമയിലേക്ക് വരുന്നത്. അതിന് മുന്നേ സിനിമയുണ്ട്, ഞാൻ പറഞ്ഞ പ്രിയന്തന്റെ സംഭവം അല്ലേ. ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ നാടകം തന്നെയാണ് ഭാഷയാക്കിയത്. നമ്മൾ അഭിനയമാണ് നമ്മുടെ അഭിനയം. നാടകമായാലും കൊള്ളാം, ഡോക്യുമെന്ററി ആയാലും കൊള്ളാം, എന്ത് ഷോർട്ട് ഫിലിം ആയാലും എന്തായാലും കൊള്ളാം, അഭിനയമാണ് താല്പര്യം. അത് കഴിഞ്ഞിട്ട് സിനിമ ജീവിതത്തിൽ നമ്മൾ സിനിമയിലേക്ക് വരുവാണ്. ഈ സിനിമയിൽ വരുമ്പോ അച്ഛനൊക്കെ ഉണ്ടല്ലോ. അച്ഛൻ അതിന് മുമ്പ് മരിച്ചല്ലോ. സിനിമയിൽ അതിന് മുമ്പ് മരിച്ചു. അച്ഛൻ അമ്മയുണ്ടല്ലോ. അമ്മ ഈ 3 മാസം അല്ലെ അമ്മ മരിച്ച ഞാൻ വാർത്ത കൊടുത്താണ്. അതുകൊണ്ട് അമ്മയുണ്ടല്ലോ. സിനിമയിൽ വന്ന് ആദ്യ സിനിമ കാണാൻ ആരൊക്കെയാണ് പോയത്? ആദ്യ സിനിമ കാണാൻ ഓട്ടോറിക്ഷ സിനിമ കാണാൻ ഇല്ല, അത് ഫസ്റ്റ് സിനിമയാണ് കോഴിക്കോട്. പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഓട്ടോറിക്ഷ കോഴിക്കോട് വരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടു. പിന്നെ വീട്ടിൽ പോയിട്ട് ഞാനും അമ്മയും വൈഫും കൂടെയാണ് പോയത്, പെങ്ങളും ഒക്കെയാണ് പോയത്. ആദ്യ സിനിമ ക്യാരക്ടർ അമ്മ എന്താണ് പറഞ്ഞത്? അമ്മ എന്ത് പറയാ, നന്നായിട്ടുണ്ട് അല്ലേ. ഇതിന്റെ ഇടയ്ക്ക് കല്യാണം എപ്പോഴാണ്? കല്യാണം ഞാൻ 33-ാം വയസ്സിലാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുമ്പോഴാണ്, എന്ത് ജോലിയിൽ ഇത് വയറിംഗ് പണി തന്നെ, വയറിംഗും പ്ലംബിങ്ങും പണി തന്നെ. ആ സമയത്ത് നാടകം, വയറിംഗും പ്ലംബിങ്ങും പണി. കല്യാണം കഴിച്ച ശേഷമാണ് ഈ കോൺട്രാക്ട് വർക്കും പരിപാടിയൊക്കെ എടുത്തത്. വീട്ടുകാർ ആലോചിച്ചെടുത്ത കല്യാണം? വീട്ടുകാർ ആലോചിച്ചെടുത്ത കല്യാണല്ലേ. അതും ഒരു പിന്നെ അമ്മയും ഞാനേ വീട്ടിലുള്ളൂ, അമ്മയും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ. അങ്ങനെ നമുക്ക് കുറച്ച് അസുഖങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, മുമ്പേ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ശനിയാഴ്ച ഈ പ്രഷർ ഉണ്ട് നമുക്ക്. പ്രഷർ കയറിയിട്ട് ബ്ലഡ് വോമിറ്റ് ചെയ്തിട്ട് അടുക്കളയിൽ കിച്ചണിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മ, കുട്ടികൾ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ കുട്ടികളെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കും, അങ്ങനെ ഒരു ജോളിയാണ് അമ്മ കുട്ടികളൊപ്പം കളിക്കുന്ന ആളാണ്. എന്തോ പാത്രം എടുത്ത് പുറത്ത് കുട്ടികൾ ഓടി പറഞ്ഞേ ചാന്തമ്മ എന്തോ എടുത്ത് ദേഷ്യം വന്നിട്ട് ഒന്നും എടുത്താണ് ഇവർ ഉള്ളിൽ പോകാൻ വിശേഷം. അങ്ങനെ ഞാൻ പണിയിലേ ഉള്ളത്. എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോയി. അതിൻ്റെ പിറ്റേന്ന് ചേട്ടനൊക്കെ വന്നു. എല്ലാവരും അന്നാണ് തീരുമാനം, ഇങ്ങനെ പോയാൽ പറ്റില്ല, വീട്ടിലൊരാൾ വേണം, കല്യാണം കഴിക്കണം എന്നൊക്കെയാണ് ഞാൻ. അങ്ങനെയാണ് കല്യാണം കഴിക്കുന്നത് അല്ലേ. അങ്ങനെ വീട്ടുകാർ ആലോചിച്ച് എത്ര നാൾ കൊണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എത്ര നാളെടുത്തു കല്യാണം കഴിക്കാൻ? 2 മാസം 3 മാസം എടുത്തു. എത്ര പെണ്ണ് കാണാൻ പോയി? 3 പെണ്ണ്. മൂന്നാമത്തെ ഞാൻ ആദ്യം സംസാരിച്ച, അതായത് കല്യാണത്തിന് സംസാരിക്കുമല്ലോ അല്ലേ, ആദ്യം സംസാരിച്ച കൊണ്ട് ഇപ്പൊ കല്യാണം കഴിച്ച പെണ്ണ. മറ്റേ ഇങ്ങനെ നോക്കും, എനിക്ക് എന്താ പറയാ, വീട്ടിൽ പോയി ചായ കുടിക്കുക, അവർ വിചാരിച്ചു വേണ്ട പറഞ്ഞിട്ട് വരണൊക്കെ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ പരിപാടി പറ്റൂല. അവസാനം പറഞ്ഞു ഇപ്പൊ കല്യാണം വെച്ചാൽ തന്നെ എന്റെ കോളേജിൽ പോയിട്ട് ഞാൻ കണ്ടു. അന്നും കോളേജിൽ ഞാൻ പോകുന്നത് എൻ്റെ ഒരു ജ്യേഷ്ഠ തുല്യ സഹോദരനുണ്ട്, വിനു കൊണ്ട്, അച്ഛൻ്റെ മരുമകനാണ്. അത് അച്ഛൻ്റെ വീട്ടില് അവരെ ഏട്ടൻ രാമകൃഷ്ണൻ, അവരെ അടിക്കാൻ ഞാൻ കുറെ കാലം താമസിച്ചിട്ടുണ്ടായിരുന്നു. വക്കീലാണ്, രാമകൃഷ്ണൻ വക്കീലാണ്. അപ്പം വിനോട്ട് പറഞ്ഞു പിന്നെ ഇങ്ങനെ വരണം എന്നാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതില്ല, കോളേജിലേക്ക് വന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്. അങ്ങനെ ഞാൻ കാവ്യമുണ്ടും മറ്റേ കയ്യിലുമുണ്ടല്ലേ, കാവ്യമുണ്ടും കാരണം ഷർട്ടെല്ലാം ഇട്ടിട്ടാ പോയത്. എന്നെ മനസ്സിലാവാൻ പാടില്ല, അത്രേ ഉള്ളൂ. അവർക്ക് മനസ്സിലായതുമില്ല. ഇപ്പൊ പറയാ കോമഡി. അങ്ങനെയാണ് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്നാ പിന്നെ വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ വീട്ടിൽ പോയി കണ്ടു. ചടങ്ങാണല്ലോ, വീട്ടിൽ പോയി കാണുക, ചടങ്ങുണ്ടല്ലോ. അപ്പോഴാണ് ആ ധന്യയുടെ അടുത്ത് മാത്രമാണ് സംസാരിച്ചത്. ധന്യ അടുത്ത് സംസാരിച്ചു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാ, നിന്റെ പേര് ധന്യ, നീ ഇന്ന കോളേജിലാണ് പഠിക്കുന്നതൊക്കെ അറിയാം, എല്ലാം അറിയാം, നിനക്ക് എന്നോടൊന്നും ചോദിക്കാണ്ട് ചോദിച്ചു. അവനൊന്നും ചോദിക്കാനില്ല പറഞ്ഞു.
ഇത് നമുക്ക് അറിയുന്ന കാര്യം. എന്താ പേര്, എവിടെയാ പഠിക്കുന്നത്, ഒന്നും ചോദിക്കണ്ടല്ലോ. ഇത് നമ്മളെല്ലാം പോയി കണ്ടല്ലോ, ഇതെല്ലാം പോയി കണ്ടു. നമുക്ക് പേര് പഠിക്കണം. ഞാൻ നിന്റെ പേര് തന്നെ അറിയാം, നീ ഇന്ന കോളേജിലാ പഠിക്കുന്ന അറിയാം, എല്ലാം അറിയാം. നീ എന്നോടൊന്നും ചോദിക്കാണ്ട് ഇല്ല, ഒന്നും ചോദിക്കാനില്ല. എന്നാ പിന്നെ ശരി കേട്ടോ. എന്നിട്ട് പുറത്തേക്ക് കൊണ്ട് ഇത്രയും വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇത്ര കൂടെ വന്നു ഇത്ര വർത്താനം കഴിച്ചു വന്ന്. അടുത്ത് പിന്നെ പെട്ടെന്ന് തന്നെ കല്യാണം അല്ലേ? 2 മാസം കൊണ്ട് തന്നെ, 1 മാസത്തിനുള്ളിൽ കല്യാണം. 10 ദിവസം കൊണ്ട് നിശ്ചയം നടത്തി, എൻഗേജ്മെന്റ് നടത്തി, 1 മാസം കൊണ്ട് കല്യാണം നടത്തി അല്ലേ? ഇപ്പം എത്ര കുട്ടികൾ? 2 കുട്ടികൾ. എന്ത് ചെയ്യുന്നു? മൂത്തവൻ +1, രണ്ടാമത്തവൻ 5ാം ക്ലാസ്. 5ാം ക്ലാസ്സിൽ. ഈ പറഞ്ഞ അങ്ങനെ കല്യാണം നടന്നു. അതിൻ്റെ ഇടയ്ക്ക് നാടകമുണ്ട്, പ്ലംബിംഗ് ജോലിയുണ്ട്, എല്ലാം ഉണ്ടായിട്ട് നമ്മളിങ്ങനെ പോവാണല്ലോ. നേരത്തെ എന്നോട് പറഞ്ഞു തന്നെ ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല, സിനിമയിലേക്ക് പോവാണെന്ന് പറഞ്ഞു. അത് ധന്യ പൂർണ്ണ പിന്തുണ നൽകി. വീട്ടിലൊരു പിന്തുണയാണ് നമുക്ക് ഏറ്റവും വലുത്. പിന്നെ ആ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും രക്ഷപ്പെടാൻ പറ്റും, ഏത് കുടുംബത്തിലാണ്. അപ്പൊ എനിക്കാണെങ്കിലും മനോഹരാണെങ്കിലും പിന്തുണ ഉണ്ടെങ്കിലോ. ഞാനും ഇപ്പം ജോലിക്ക് പോകുന്നത്, ഞാൻ പോണ ഏത് സമയത്താണ് തിരിച്ചു പോകണമെന്ന് വൈഫിന് അറിയാം. നമ്മുടെ ജോലി അങ്ങനത്തെ. അപ്പൊ വീട്ടിൽ നിന്ന് പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ പിന്തുണ വന്ന് നമ്മൾ അഭിനയത്തിലേക്ക് തന്നെ ഇങ്ങനെ ചേക്കേറുകയാണ്. സിനിമാ നടൻ എന്ന നിലയിലേക്ക് വൈഫ് തിരിച്ചറിഞ്ഞിരിക്കും ഇപ്പൊ പ്രേക്ഷകർ അല്ലേ? പ്രേക്ഷകർ തിരിച്ചറിഞ്ഞു. എവിടെ പോയാലും നമ്മുടെ കൂടെ നിൽക്കാൻ ആളുകളുണ്ട്, ഫോട്ടോ എടുക്കാൻ ആളുണ്ട്. വൈഫിന്റെ സന്തോഷം എങ്ങനെയാണ് ഇപ്പം? വൈഫിന്റെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പം അവളോട് മുമ്പൊക്കെ പറയുമല്ലോ, പിന്നെ നീ കാരണമാണ്, അതായത് നീ അവനോട് പറഞ്ഞ് ശരിയാക്കുന്നുണ്ട്, അവൻ ഈ പണിയും വിട്ട് നാടകത്തിനാണ് പോകും. വൈഫിന് വീട്ടിലെ അമ്മയല്ല, ബന്ധുക്കളാണ് കൂടുതലും അല്ലേ? കുറച്ച് ബന്ധുക്കൾ, അത്രേ ഉള്ളൂ. അപ്പൊ അവളിങ്ങനെ ഇത് പറയുമ്പോ മനോഹരന്റെ തീരുമാനം ഒന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനെ പറഞ്ഞു പോരും. ഇപ്പൊ അവളത് പറയും. അവരൊക്കെ എന്ന് വെച്ചാല് പിന്നെ നിന്റെ സപ്പോർട്ട് കൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ എത്തിയത്. നേരെ ഓപ്പോസിറ്റ് പറയുമ്പോ അവക്കൊരു അഭിമാനല്ലേ, അതിൽ സന്തോഷിക്കുന്ന ഞാൻ കണ്ടില്ല. അല്ലാണ്ട് എന്റെ അഭിനയം അവൾക്ക് ഇഷ്ടമാണോ എന്ന് വെച്ചാല് കണ്ടു കഴിഞ്ഞാലും എന്തൊക്കെയോ പറയും. ഞാൻ അതൊന്നും ശരിയായിട്ട് ഭയങ്കര നമ്മൾ പറയും, അങ്ങനെയൊക്കെ പറയും. പിന്നെ അല്ലേ, മക്കളുടെ സ്കൂളിലൊക്കെ പോവാറില്ലേ? ഒരു നടനായതിനു ശേഷം ഗസ്റ്റ് ഒക്കെ ആയിട്ട് പോയോ മക്കളുടെ സ്കൂളില്? ഞാൻ മൂത്തവന്റെ, ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര മടിയാണ്. ഞാൻ വിളിച്ചു മൂത്തവന്റെ സ്കൂളിലേക്ക് ഒരു തവണ വിളിച്ചു. അപ്പൊ ഞാൻ നാട്ടിലുണ്ടായില്ല എന്ന് പറയാം, പോയില്ല. ഞാൻ പരമാവധി ഇങ്ങനെ ഒഴിവാക്കും. എനിക്ക് ഈ മൈക്കിന് മുമ്പ് സംസാരിക്കാൻ ഭയങ്കര പ്രശ്നമാണ്. പ്രസംഗം എന്നുള്ള പരിപാടിയില്ലേ, ഇങ്ങനെ എത്ര സംസാരിക്കാം. 1000 ആളുണ്ടെങ്കിൽ ഞാൻ മുമ്പ് അഭിനയിക്കും. നാടകത്തിലായാലും ഷൂട്ടിങ്ങിനെല്ലാം അറിയില്ല, എത്രയോ 50, 100 പേരൊക്കെ ഉണ്ടാവില്ല. അതിന്റെ അടിയിൽ നിന്ന് ഞാൻ അഭിനയിക്കും. നാടകത്തിനും 1000, 10,000 കിട്ടും നമ്മ അഭിനയിക്കും. പക്ഷെ പ്രസംഗിക്കാൻ ആവില്ല. ഈ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നിർത്തിയെന്നല്ല പറഞ്ഞേ? ഏത് വിദ്യാഭ്യാസം? പിന്നെ പോയില്ലോ? ഇല്ല. അതുകൊണ്ട് കോളേജ്, സ്കൂൾ, രാഷ്ട്രീയം ഒന്നുമില്ല? രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. അല്ല, പയ്യന്നൂർ, കണ്ണൂരൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയം ഉണ്ടാവൂല എല്ലാവർക്കും. രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്ന നാടകത്തിൽ ഒരു രാഷ്ട്രീയമുണ്ട്, നാടക രാഷ്ട്രീയം. അത് പറഞ്ഞു പോകും. അതാണ് രാഷ്ട്രീയം, അതാണ് നമ്മുടെ രാഷ്ട്രീയം. ഈ പയ്യന്നൂര്, ഞാൻ ചോദിക്കാൻ, പയ്യന്നൂർ, കണ്ണൂരാണല്ലോ ഏറ്റവും വലിയ രാഷ്ട്രീയമുള്ളത്. അതെ. എല്ലാ രാഷ്ട്രീയമുള്ളത് അവിടെ നിന്നുള്ള തുടക്കമാണ് അല്ലെ? എല്ലാവരും വരുന്നതും അവിടെ നിന്ന് തന്നെയാണെന്ന് വേണം നമ്മൾ വിശ്വസിക്കാൻ, ഏത് പാർട്ടി നാണ്ടും. അപ്പൊ അതുകൊണ്ടാണ് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം. വൈഫിന്റെ വീട്ടുകാരെങ്ങനെയാണ്? വൈഫിന്റെ വീട്ടുകാർ നല്ല രാഷ്ട്രീയക്കാരാണ്, അവളടക്കം. വൈഫിന് നല്ല രാഷ്ട്രീയമുണ്ട്? നല്ല രാഷ്ട്രീയമുണ്ട്. അവർ ഒരു വൈക്കോല് വെച്ചിട്ട് ഇതാണ് സ്ഥാനാർത്ഥി പറഞ്ഞാലും അവള് കുത്വ അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിൽ. ഒരു വൈക്കോല് വെച്ചിട്ട് ഇതാണ് സ്ഥാനാർത്ഥി പറഞ്ഞാല് കുത്തുന്ന അരിവാൾ ചുറ്റിക്ക നക്ഷത്രം. അത് ആരാണെന്നില്ല ഒരു വിഷയമില്ല. അത്രയും ഒരു പാർട്ടി, പാർട്ടി ഗ്രാമമാണത്. ഒരു പാർട്ടി ഗ്രാമം എന്നൊക്കെ പറയില്ല. ഇപ്പം ഇവിടെ വൈഫിന്റെ വീട്ടിലേക്ക് മുമ്പ് നാനാരൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട്. അത്രയും വലിയ പാർട്ടി കുടുംബമാണ്. പാർട്ടി കുടുംബം. അപ്പം മനോജ് എന്ന ആള് ആ വീട്ടിൽ കയറിയപ്പോൾ, വിവാഹത്തിന് കയറി, കല്യാണം കഴിച്ച് കയറിയിട്ട് മനോജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു രാഷ്ട്രീയം ഇല്ല എന്ന് ചോദിച്ചില്ലേ? ഇല്ല. നമ്മൾ പരസ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷെ വൈഫിന്റെ രാഷ്ട്രീയം പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്. ഞാൻ പബ്ലിക് ആണല്ലോ അത്.
എൻ്റെ രാഷ്ട്രീയം പബ്ലിക് അല്ല, അവിടെ രാഷ്ട്രീയം പബ്ലിക്കാണ്. അതുകൊണ്ടാണ് ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ മനോട്ട വോട്ട് മറന്നു പോകലോട്ടോ, വലിച്ചുട്ടിക്ക് കുത്തണമെന്ന് പറയോ? ഒന്നും പറയില്ല. ഞാൻ അവളോട് നീ ഇത് വോട്ട് ചെയ്യുന്ന ഞാൻ ചോദിക്കാറില്ല. ഞാൻ ഇത് മനസ്സിലാക്കിയതാണ്. ഒരു വൈക്കോല് വെച്ച് കഴിഞ്ഞാൽ അവള് ഇതിനെ അരുവാൾചുറ്റി നക്ഷത്രം വിട്ടിട്ട് പരിപാടിയില്ല. ഇല്ല, അവൾ അതിന് വോട്ട് ചെയ്യും. അത് ഞാൻ മനസ്സിലാക്കിയതാണ്. പിന്നെ അവള് ഏതിനാ വോട്ട് ചെയ്യുന്ന ഞാൻ ചോദിക്കാറുമില്ല, ഏതിനാ വോട്ട് ചെയ്യുന്ന എനിക്ക് അറിയാറുമില്ല. ഈ ജീവിതത്തിൽ അവര് വലിയ പാർട്ടി കുടുംബമാണെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. ആ പാർട്ടി കുടുംബത്തിലാണ് നമ്മൾ കയറി ചെല്ലുന്നത്. നമ്മൾ ആ വീട്ടിലേക്ക് മരുമോനായിട്ട് കയറി ചെല്ലുന്നത്. അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താണ് ജോലി? അച്ഛൻ നാടൻമണിയാണ്, കൈക്കോട്ട് ഇത് കൃഷിപ്പണി. പിന്നെ ഞാൻ കല്യാണം കഴിക്കുമ്പം അമ്മ വീട്ടിൽ നിന്ന് വീടിയൊക്കെ തിരക്കും. അങ്ങനെ സാധാരണ കുടുംബത്തിലാണ് ഞാൻ വിവാഹം കഴിച്ചത്. സാധാരണ കുടുംബം. ഇപ്പൊ എങ്ങനെയാണ് അവരുടെ ജീവിതമൊക്കെ? അവരുടെ ജീവിതം അവരതുപോലെ തന്നെ ജീവിതം. അവർക്ക് മാറ്റങ്ങളൊന്നുമില്ല. എന്റെ മരുമോൻ സിനിമയിലാണ്, ഒന്നുമില്ല. സാധാ കുടുംബമായിട്ട് തന്നെ. സാധാ കുടുംബമായിട്ട്. വൈഫിന് ജോലിയൊന്നും ഇല്ല? ഇല്ല. അവള് പിന്നെ MA എക്കണോമിക്സ് മറ്റേ B.Ed കഴിഞ്ഞാണ്. പിന്നെ എന്താണ് ജോലിക്ക് വിട്ടില്ല? ഇല്ല, ജോലി ഞാൻ ഒരു സമയത്ത് പറഞ്ഞു, അല്ല എനിക്ക് അത് ഗസ്റ്റ് ലെക്ചറായിട്ട് കോളേജിലൊക്കെ കിട്ടുമായിരുന്നു. അപ്പം എൻ്റെ ഒരു ബന്ധം, നാടകബന്ധം അങ്ങനെയാണല്ലോ, അങ്ങനെ ബന്ധം വെച്ചിട്ട് വേണം കിട്ടുമായിരുന്നു. അപ്പം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നമ്മളൊരു അന്നത്തെ, എന്തിനാടാ വെറുതെ ഇരിക്കുന്നത്, ആ വീട് ഗസ്റ്റ് ലെക്ചറായിട്ട് അയാളെ എഴുതുന്നുണ്ട്. ഞാനോട് പറഞ്ഞു, അല്ല ഇങ്ങനെ സംഭവം ഉണ്ടോ. MA എല്ലാം കഴിഞ്ഞു, ഇനി അമ്മക്ക് പഠിക്കാവും. MA ഒക്കെ കഴിഞ്ഞ് അമ്മക്ക് പഠിക്കാവും. അമ്മയ്ക്ക് എന്നാ പിന്നെ ഓക്കെ. വലിയ ഡയലോഗ്. MA എല്ലാം കഴിഞ്ഞാലേ ഇനി അമ്മയ്ക്ക് പഠിച്ചാൽ അമ്മക്ക് പഠിക്കാവും. അവൻ ഓക്കെ. അമ്മയ്ക്ക് തന്നെ നമ്മൾ പഠിപ്പിച്ചു, 2 മക്കളുമായി. അമ്മയായിട്ട് ജീവിച്ചോട്ടെ, ഇതെല്ലാം എൻ്റെ ഉള്ളടക്കം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഡയലോഗ്. എനിക്ക് ഭയങ്കര യോജിപ്പുള്ള സാധനമുണ്ട്. എനിക്കൊരു തലക്കെട്ട് കിട്ടി. MA ഒക്കെ കണ്ടു, MA ഒക്കെ കഴിഞ്ഞു, ഭാര്യ അമ്മയ്ക്ക് പഠിക്കട്ടെ. അത് കൃത്യം ഒരു സാധനമാണ്. ഈ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖവും സിനിമയിൽ അഭിനയിക്കാൻ കിട്ടുമ്പോൾ രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. നാടകത്തിൽ നമുക്ക് ഓപ്പൺ ഫേസിൽ കിട്ടുവാണ്, ആളുകളുടെ കയ്യടി വിമർശനങ്ങളും കിട്ടുവാണ്. സിനിമ നമ്മൾ ഒരിക്കലും കിട്ടുന്നില്ല. നമ്മൾ സിനിമ റിലീസ് ആകുമ്പോൾ കിട്ടും. സിനിമയിൽ വരില്ല എന്ന് വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നീടാണല്ലോ വരുന്നത്. ഒരു സിനിമ നടനായി കഴിഞ്ഞപ്പോൾ ജീവിതശൈലി മൊത്തം മാറുന്നില്ലേ? ചെറിയതുപോലെ മാറുന്നുണ്ട്. അതായത് മുമ്പ് എറണാകുളം വന്നിട്ട് എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ ഒരു 1500 രൂപയൊക്കെ മതി. ഇപ്പം എറണാകുളം വന്നിട്ട് ഒരു 2 ദിവസം താമസിച്ച് തിരിച്ചു പോകണമെങ്കിൽ ഒരു 10-12 ഉറുപ്പ്യൊക്കെ വേണം. അപ്പം അങ്ങനെ മാറ്റം വരുമല്ലോ, അങ്ങനെ മാറിയിട്ടുണ്ട്. എന്നാലും വലിയ മാറ്റമൊന്നും ഇല്ല. പണ്ടൊക്കെ എറണാകുളം വരാറുണ്ടോ? ഉണ്ട്, ചേട്ടൻ്റെ വീട് ഇവിടെയാണ്. അതുകൊണ്ട് വരും. ഞാൻ കോളേജ് ക്യാമ്പസിന്റെ ലൈറ്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെ വരും, ലൈറ്റെല്ലാം ചെയ്യാനുണ്ടാകുമ്പോൾ അങ്ങനെ വരും. കോളേജിലൊക്കെ നാടകം പഠിപ്പിക്കാൻ പോയിട്ടുണ്ടോ? ഉണ്ട്. പയ്യന്നൂർ കോളേജിൽ നാടകം ചെയ്തിട്ടുണ്ട്, വേറെ കോളേജിൽ നാടകം ചെയ്തിട്ടുണ്ട്. സാറാ ജോസഫിന്റെ ഓത്തപ്പ് പറഞ്ഞ നാടകം ചെയ്തിട്ടുണ്ട്, ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാനായിട്ടല്ല, നമ്മൾ കൂട്ടുകാരെല്ലാരും കൂടിയില്ലേ ഒരു പരിപാടി. നമുക്ക് ജീവിതത്തിൽ ഒരാളുണ്ടാവുമല്ലോ, നമുക്ക് ഒന്ന് കൈ പിടിച്ച് നടത്താൻ വഴികാട്ടിയായ ഒരാളുണ്ടാവുമല്ലോ, ഒത്തിരി സുഹൃത്തുക്കളുണ്ടാവും. അങ്ങനെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ആരായിരിക്കും ഉണ്ടാവുക? അല്ല, അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റിയ അങ്ങനെ എൻ്റെ അടുത്ത സുഹൃത്ത് CK സുനിൽ. പലപ്പോഴും അവരാണ് ഞങ്ങൾക്ക് പ്രചോദനം. നീ ഈ വേഷം നീ അഭിനയിക്കും, നീ കുറെ കാലം മോഹമായിട്ട് നടക്കുന്നു. ഞാൻ പറഞ്ഞ എനിക്ക് ആവൂല സുല്ലേഖന, നിനക്കാവും അല്ലെ, ഏത് ഒരു നിമിഷത്തില് ഒരു അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ഞാൻ ആദ്യം നാടകത്തിൽ അഭിനയിക്കുന്നത്. അപ്പം വേണമെങ്കിൽ അവനൊക്കെ അങ്ങനെ പറയാം. അല്ലാണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് എന്ന് പറയുമ്പം അങ്ങനെ ഒരാളായിട്ട് പറയാൻ പറ്റൂല. കാരണം ഒരുപാട് ഒത്തിരി ആളുണ്ട്. നമ്മൾ അഭിനയിപ്പിക്കാൻ വേണ്ടി പ്രേരണ സുനിലാണ്. അഭിനയിക്കാം. സുനിലിന്റെ പേര് നമ്മൾ എന്തായാലും പറയാം. അതെ, അല്ലെങ്കിൽ നമ്മൾ അഭിനയിക്കുമല്ലോ. ഇല്ലെങ്കിൽ അഭിനയിക്കില്ല. ആ നാടകത്തിൽ ഒരിക്കലും അഭിനയിക്കില്ല, ഒരിക്കലും അഭിനയിക്കില്ല. അതുകൊണ്ടാണ് സിനിമയിലേക്ക് എത്താൻ പറ്റിയത് അല്ലേ? അതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത്. അതിന് മാറ്റമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ജീവിതശൈലി മാറുന്നു, സിനിമയിലേക്ക് ഒന്ന് മാറുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളുമായിട്ട് നമ്മൾ ബന്ധങ്ങളാവുന്നു. നമ്മൾ മാറി നിന്ന് കാണുന്ന മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്നു, മാറി നിന്ന് കാണുന്ന എത്രയോ താരങ്ങൾ നമ്മൾ തോളത്ത് കൈയിട്ട് നടക്കാൻ കഴിയുന്നു. അത് വലിയൊരു ഭാഗ്യം. പിന്നെ ഭാഗ്യാണോ? ഇതിനപ്പുറം ഭാഗ്യം എന്താ ഉള്ളത്?
ആദ്യമൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന സൗഭാഗ്യമല്ല ഇപ്പൊ കിട്ടുന്ന സിനിമയില്. അല്ല, അതിൽ നിന്നൊക്കെ മാറി. ഹോട്ടലിൽ വരെ മാറ്റം വന്നു. അതെ അതെ, നമ്മുടെ പേയ്മെന്റിൽ തന്നെ മാറ്റം വന്നു. എല്ലാം വന്നു. നമ്മളിലുള്ള സംസാര രീതിയിൽ തന്നെ മാറ്റം വന്നു. പണ്ട് നമ്മൾ അഭിനയിക്കുന്നത് നമ്മൾ 6 മണി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 5:30 മണിക്ക് പോകേണ്ടതായി വരും. ഇപ്പൊ നമ്മുടെ സീനോ എത്തുമ്പോൾ നമ്മൾ വിളിക്കുന്ന ഒരു നിലയിലേക്ക്. ഞാൻ 6 മണിക്ക് ലൊക്കേഷനിൽ പോയിട്ട്, അതായത് മുമ്പൊക്കെ 6 മണിക്കാണ് ലൊക്കേഷൻ. അറിയാം, ഇപ്പൊ 7 മണിക്ക് ആയി. സൗകര്യം അനുസരിച്ച് 8 മണിക്ക് ആയി. 6 മണിക്കാണ് ലൊക്കേഷനിൽ എത്തേണ്ട ടൈം. അതിപ്പോ 7 മണി ആണെന്ന് തോന്നുന്നല്ലേ. ഈ 6 മണിക്ക് നമ്മൾ പോയാൽ വൈകിട്ട് 5 മണിക്കൊക്കെ ഒന്ന് നിൽക്കാൻ കിട്ടും. അഭിനയിക്കാൻ എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് നിൽക്കാൻ അവസരം കിട്ടും. അതായത് ഞാൻ ക്യൂ നിന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പിന്നെ ക്യൂ നിന്ന്, അങ്ങനെയാണല്ലോ സിനിമേന്റെ ഒരു ക്യൂ നിന്ന് പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു സീറ്റ് ഇരുന്നിട്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണല്ലോ അതിന്റെ ഒരു രീതി. അങ്ങനെ വന്ന് ഞാൻ എൻ്റെ എല്ലാം തരത്തിലും അനുഭവിച്ചിട്ടുണ്ട് ഒരു സംഭവം. അതിലൊരു കാര്യം പറയാം, ഞാൻ ഇപ്പോൾ ഓർത്തു പറയുന്ന കാര്യം. ഞാൻ സിനിമേന്റെ പേരൊന്നും അറിയില്ല കേട്ടോ. ഒരു സിനിമയിൽ ചെറിയൊരു വേഷം ഞാൻ പോയിരുന്നു. സിനിമ കുറെ കാലം കഴിഞ്ഞിട്ടാണ് റിലീസ് ആയത്. അതായത് കൊറോണ സമയത്തെല്ലാം ചെയ്തൊരു സിനിമയാണ്. തലശ്ശേരിയിൽ നിന്നും ഒരുപാട് ഉള്ളോട്ട്, തലശ്ശേരിയിൽ നിന്നും ഒരുപാട് ഉള്ളോട്ടാണ് അത് സിനിമയുണ്ടായത്. ഞാൻ ഒരു ലോക്കൽ ബസ്സിൽ കയറിയിട്ട് തലശ്ശേരി ഇറങ്ങി. അവിടുന്ന് വിളിച്ചോണ്ടിരിക്കുന്നു, ഇങ്ങനെ റെഡി. അവിടുന്ന് ഒരു ബസ്സിൽ കയറി വേറെ സ്ഥലത്ത് ഇറങ്ങി. കുറച്ച് നടക്കുമ്പോൾ ഒരു ബൈക്ക് കിട്ടി. ആ ലൊക്കേഷനിൽ പോയിട്ട് നൈറ്റാണ് ഷൂട്ട്, അഭിനയിച്ചു. തിരിച്ച് വരുമ്പോൾ എന്നെ തലശ്ശേരി ആക്കണം കേട്ടോ. തലശ്ശേരി ആക്കണം എന്നിട്ട് നോക്കാം വണ്ടികളിലും പോയിട്ട് ഞാനെന്തോ ലാസ്റ്റ് പ്രൊഡക്ഷൻ ഫുഡിന്റെ വണ്ടിയിൽ പോയിട്ടാണ് തലശ്ശേരി ഇറങ്ങിയിട്ട് വീട്ടിൽ പോകുന്നത്. വീട്ടിലെത്തുമ്പോൾ രാവിലെ 7 മണി. ഓക്കെ, പിന്നീട് കൊറോണ അങ്ങനെ. അതിൽ ഡബിങ് ഞാൻ പോകുന്നത് 2 ടയർ AC. എന്നെ പിക്ക് ചെയ്യാൻ ആള്. അപ്പോഴത്തേക്കും തിങ്കളാഴ്ച ഇറങ്ങി, പ്രണയവിലാസം ഇറങ്ങി. മനസ്സിലായില്ലേ? ഇതാണല്ലോ സിനിമ പറയുന്നത്. നമ്മൾ ഒരിക്കലും ഒന്നിനും മോശം പറയാൻ പാടില്ല. മോശമില്ലല്ലോ ഒന്നിലും. അതെല്ലാം അങ്ങനെയാണല്ലോ. ഞാനതെല്ലാം ഇങ്ങനെ അനുഭവിച്ചു വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? സിനിമേന്റെ ഡബിങ്ങിന് പോകുമ്പം അങ്ങനെ ഡബിങ് ആണ്. ഓക്കെ, എപ്പോഴാണ് നിങ്ങളൊരു സൗകര്യം പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അങ്ങ് മറ്റന്നാളായാലോ. ഓക്കെ. അപ്പം ഞാൻ സ്വന്തം ടിക്കറ്റ് എടുത്ത് പോകാനാ തന്നെ. ടിക്കറ്റ് ഉണ്ട് വരുന്ന 2 ടയർ AC. ഇതാണല്ലോ സിനിമ പറയുന്നത്. ഒരേ സിനിമേന്റെ കാര്യം ഞാൻ പറയുന്നത്. ഒറ്റ സിനിമ അനുഭവം, ഡബ് ചെയ്യാൻ പോയപ്പോൾ അനുഭവം. വലിയ അനുഭവം പങ്കുവച്ച അല്ലേ? വലിയ അനുഭവം. ഞാൻ മോശമായിട്ടില്ല, അല്ല, നന്നായിട്ട് പറയാം. അന്ന് നമ്മൾ അതേ ഉള്ളൂ, അതിന് തെറ്റില്ല. അത് തന്നെ പ്രൊഡക്ഷൻ വണ്ടിയിലെങ്കിലും പോകാൻ കിട്ടിയത് ഭാഗ്യമായിട്ട് കൂട്ടുന്നു. ഭാഗ്യമായിട്ട്. ഇല്ലെങ്കിൽ രാവിലെ എനിക്കറിയാം, രാവിലെ പത്രം കൊണ്ടുവന്ന്, ഏതൊരു നാട്ടിലും പത്രം കൊണ്ടുവന്ന് സൈക്കിൾ ഉണ്ടാവുമല്ലോ, ആ സൈക്കിളിന്റെ പിറകെ കയറിയിട്ട് എനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താന്നൊക്കെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. തെറ്റായിട്ടല്ല അത്. അല്ല, ഞാൻ തെറ്റായിട്ടില്ല. അന്ന് നമുക്ക് അതേ ഉള്ളൂ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അതേ ഉള്ളൂ സിനിമയിൽ വരുന്ന എല്ലാവർക്കും. അതൊക്കെ ഇപ്പം മാറി. ഇപ്പം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് വന്നാൽ പോലും അവർക്ക് അതിന്റെ സ്ഥാനം ഇപ്പൊ കൊടുക്കുന്നുണ്ട് സിനിമയിൽ. ഉണ്ട്, വലിയ കാര്യം. അത് നമ്മൾ ഇല്ലാന്ന് പറയാനില്ല. എന്തായാലും കുപ്പി ക്ലാസ് ആയി എല്ലാവർക്കും. ഒരു കോമഡി ഉണ്ട് നമ്മളെ നാട്ടില്. മുമ്പ് ഒരു സിനിമ എടുത്തതിന്റെ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവലിൽ പിന്നെ ഈ ചായ കൊണ്ടുള്ള സ്റ്റീൽ ഗ്ലാസും കുപ്പി ഗ്ലാസും ആണല്ലോ അന്ന്. അതെ അല്ലേ? സ്റ്റീൽ ഗ്ലാസ്സിലാണ് ദിവസവും കിട്ടുന്നത്. ഒരു തവണ ഇയാൾക്ക് കുപ്പി ഗ്ലാസ് ചായ കിട്ടി. ഇതൊന്നു മോനെ, എനിക്ക് സ്റ്റീൽ ഗ്ലാസ് ആണ്, നിന്റെ ജോലി പോണ്ട. ഞാനല്ല, ഞാനും അതിൽ അങ്ങനെ ഉണ്ടായിരുന്നു. മോനെ, എനിക്ക് സ്റ്റീൽ ഗ്ലാസ് ആണ്, എന്റെ ജോലി പോണ്ട. കോമഡി മാറിക്കൊടുത്താണ്, മാറിപ്പോയി കൊടുക്കുമ്പോ അങ്ങനെ ഒരു കോമഡി ഉണ്ട്. അതെ അതെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ അതിന്റെ വ്യത്യാസമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ജീവിത മാറ്റങ്ങളെ കുറിച്ച് വന്നപ്പോ ആ വ്യത്യാസം വന്നു. നമുക്കൊരു വണ്ടി എന്നൊരു മോഹം ഉണ്ടായിരിക്കുമല്ലോ, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ആദ്യം സ്വന്തമാക്കിയ വണ്ടി ഏതാണ്? മാരുതി. ആദ്യം സ്വന്തമാക്കിയ വെസ്പ സ്കൂട്ടർ. അതിനുശേഷം പിന്നെ ഒരു എന്താ പറയാ, ഒരു ഹീറോ ഹോണ്ടന്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. അതിനുശേഷം മാരുതി 800 വാങ്ങി. അതിനുശേഷം ഒരു ആൾട്ടോ വാങ്ങി. ഇപ്പൊ ആൾട്ടോയിലാണ്. ഇപ്പൊ ആൾട്ടോ ആണ്. മുകളിലേക്ക് പോയില്ല. സമയം എടുക്കും. ഞാൻ ഒന്ന് സമയം എടുത്തിട്ട് എന്തും തീരുമാനിക്കൂ. തീരുമാനിച്ചതാണ്.
അത് നമ്മൾ വാങ്ങും. അതായത് ഞാൻ വണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ചു. വണ്ടി വാങ്ങണം. 800 വാങ്ങുന്നത് സിനിമയിൽ നിന്ന് വന്നിട്ടാണോ അതോ ജോലി ചെയ്യുമ്പോഴാണ്? കാർ 800 ജോലി ചെയ്യും. സിനിമയിൽ വന്നിട്ട് വാങ്ങിയത് ഇപ്പൊ ആൾട്ടോയാണ്? അല്ല, അതിന് മുന്നേ 12 വർഷമായി എന്റെ ആൾട്ടോ. 12 വർഷമായ വണ്ടിയാ ഇപ്പൊ കൊണ്ടു കിടക്കണം. 12 പറയില്ല മക്കളൊന്നും വണ്ടി അച്ഛാ വേറെ വാങ്ങണം. എന്തിനാ? വൈഫ് എന്തിനാ? കൂട്ടുകാര് ഒന്നും പറയില്ല. കൂട്ടുകാരൊക്കെ പറയും നാളെ വണ്ടി മാറ്റി കൂടെ? മാറ്റണം. സമയമായിട്ടില്ല. നമ്മളൊന്നും എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ വളരെ ആലോചിച്ചിട്ട് ചെയ്യാറുള്ളൂ. ഞാൻ ജോലി നിർത്തിയത് പോലും വളരെ ആലോചിച്ചിട്ടാണ്. പറഞ്ഞല്ലോ ഒത്തിരി ആലോചിച്ചതിന് ശേഷം ഞാൻ എന്തും ചെയ്യാറുള്ളൂ. ചെയ്ത് തുടങ്ങിയ പിന്നെ അതിന്റെ പുറകോട്ട് പിന്നെ മുന്നോട്ടേ പോകാൻ ഞാനൊരു ആവേശത്തിന് എന്തൊക്കെയോ വാരി കൂട്ടിയിട്ട് അവസാനം ഒന്നുമില്ലാണ്ട് വീണ് പോകാൻ പാടില്ല. ശരിയാണ് അല്ലേ? പണ്ട് പറയുന്നത് ഇരുന്നിട്ട് കാല് നീട്ടുക. പണ്ട് ചൊല്ലുമല്ലോ ഇരുന്നിട്ട് കാല് നീട്ടാൻ. ഇരുന്ന ശേഷം കാല് നീട്ടുക അല്ലെ? പണ്ട് കാരണന്മാരെ പറയുന്ന ഒരു സാധനമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നതാണ്. അവിടെ എങ്ങനെയാ പറയുന്നത്? അവിടെ തന്നെ ഇരുന്നതിന് ശേഷം കാല് നീട്ടുക. മറ്റു കാലം ഇട്ടിട്ട് കാര്യമില്ലോ, വീഴൂലേ? അപ്പൊ അത് അങ്ങനെ തന്നെ. നമ്മൾ ഇരിക്കുന്നേ ഉള്ളൂ. ഇരിക്കുന്നേ ഉള്ളൂ. ഇപ്പം ഒന്ന് എന്താ പറയാ, ഇങ്ങനെ ഉണ്ട് അത്ര. ഞാൻ എന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട റൂമില്ലേ, അതിനെ ഇപ്പം വാടക കൊടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷെ അല്ല, ഇനിയിപ്പം അത് ഒഴിവാക്കും. ഞാൻ ഒന്ന് വീട്ടിന്റെ മേലെ 2 റൂമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞാലും അത് ഒഴിവാക്കും. അതിന്റെ കുറെ സാധനങ്ങളുണ്ട്. എന്തായാലും ഞാൻ അങ്ങനെ ആരും കൊടുക്കൂല സാധനങ്ങൾ, നമ്മൾ തന്നെ സൂക്ഷിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഒഴിവാക്കും. ഞാൻ കഴിഞ്ഞ വർഷം വരെ അത് ഒഴിവാക്കാൻ തീരുമാനിച്ച ആളല്ല. നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഉറച്ചിരിക്കണ്ടേ അല്ലേ? എന്നാലും നമ്മ കക്ഷത്തിലെ വിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഇപ്പൊ ഒന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി അത് പോവാതെ സൂക്ഷിക്കണം. അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. കിട്ടുന്ന ക്യാരക്ടറുകൾ നമ്മളൊന്ന് ഹോംവർക്ക് ചെയ്ത് അതിനൊന്ന് പഠിച്ച് ചെയ്യണം.